ഇന്ന് വിദേശത്ത് പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കുക എന്നത് വലിയൊരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ സ്റ്റുഡൻസിന്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റീവായിട്ട് ഒരു നല്ലൊരു രാജ്യത്ത് പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് കോളേജുകൾ കണ്ടെത്തുക എന്നത് വലിയൊരു പ്രോബ്ലമാണ്. അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. അതായത് ഇയർലി വെറും $4000 ട്യൂഷൻ ഫീസിൽ നമുക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിൽ ആണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. $4000 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു 3,25,000 രൂപ ട്യൂഷൻ ഫീസ് ഉണ്ടെങ്കിൽ UGയിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കും. ദെൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിലെ കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ECTS സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. വിദേശത്ത് പോയിട്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് വിദ്യാർത്ഥികൾ തീരുമാനിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എക്സ്പ്ലോഷറിൽ അവർ BSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം ഏതെങ്കിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളൊക്കെ പോയിട്ട് സെറ്റിൽ ആവുക എന്നൊരു പ്ലാൻ തന്നെ ആയിരിക്കും എല്ലാവരുടെയും ഫ്രണ്ടിലുള്ളതില്ലേ. സോ UGയെ സംബന്ധിച്ചിട്ട് നമ്മളിവിടെ 4 years കോഴ്സാണ് പറയുന്നത്. 4 years കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെമസ്റ്റേഴ്സിലായിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ക്ലാസ്സസ് നടക്കുന്നത്. സോ വൺസ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ECTS സിസ്റ്റം, അതായത് യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിന്റെ അണ്ടറിലുള്ള ഒരു കോളേജിലായതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലേക്ക് എക്സാം എഴുതിയിട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാണ്ടുള്ള അടുത്തൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് കഴിയുന്ന ഒരു വിദ്യാർത്ഥിക്ക് ജോർജിയയിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയും അവൈലബിൾ ആണ്. സോ ആൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജോർജിയയിൽ വർക്ക് ചെയ്യാം, അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ലോകത്തിന്റെ പല ഭാഗത്തുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ വന്നിട്ട് കറന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി നമ്മുടെ എന്തുണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസ്, എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഒത്തിരി വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്? BSc നഴ്സിംഗ് ഇവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ പാർട്ട് ടൈം ചെയ്തുകൊണ്ട് BSc നഴ്സിംഗ് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിലുണ്ട്. നമുക്കിപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ BSc നഴ്സിംഗ് കൂടാണ്ട് MBBS, MBA അത്തരത്തിലുള്ള ഒരുപാട് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. MBBS ഒഴികെയുള്ള എല്ലാ പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിപ്പോൾ UG എന്നല്ല, ജോർജിയയിലുള്ള എല്ലാ കോളേജുകളിലും MBBS ഒഴികെയുള്ള പ്രോഗ്രാമുകൾക്ക് നമുക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ബിക്കോസ് MBBSനെ സംബന്ധിച്ചിട്ട് ഫുള്ളി റെസിഡൻസ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് പാർട്ട് ടൈം ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടൽ വളരെ കുറവായിരിക്കും. പിന്നെ ECTS സിസ്റ്റം ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവരുടെ ക്ലാസിന്റെ ടൈം അവർക്കായിട്ട് തന്നെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് പാർട്ട് ടൈം ഈസി ആയിട്ട് ചെയ്ത് അവരുടെ ലിവിംഗ് കോസ്റ്റ് വളരെ നല്ല രീതിയിൽ പാർട്ട് ടൈം എന്ന് മാനേജ് ചെയ്യാനായിട്ടും സാധിക്കും. സോ വളരെ കുറഞ്ഞ ചിലവിൽ വിദേശത്ത് പോയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ BSc നഴ്സിംഗ് പഠിച്ച് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് നിങ്ങൾ സെറ്റിൽ ആവാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോർജിയ ഒരു നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി റിഗാർഡിംഗ് ട്രാവലിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് ഇന്ത്യയിൽ നിന്ന് ജോർജിയയിലോട്ട് ഫ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വയ ഡൽഹി വരാനായിട്ട് സാധിക്കും. ഡൽഹിയിൽ നിന്ന് നമുക്ക് ടിബിലിസിക്ക് എന്തുണ്ട്? ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. ഇതിന്റെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗൾഫ് കൺട്രീസ് വഴി ട്രാവൽ ചെയ്യാവുന്നതാണ്. അതായത് കേരളത്തിൽ നിന്ന് ഏതെങ്കിലും ഗൾഫ് കൺട്രി വരിക, അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടിബിലിസിയിലോട്ട് വരാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഇതിൽ നമ്മൾ ഏത് ഓപ്ഷൻ എടുത്താലും നമ്മുടെ ഒരു ടോട്ടൽ ട്രാവലിംഗ് അവേഴ്സ് വരുമ്പോൾ അറൌണ്ട് ഒരു 8 to 9 അവേഴ്സ് ആണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ട്രാവലിംഗ് അവേഴ്സ് വരുന്നത്. ഇനി ട്രാവൽ കോസ്റ്റ് നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലായിട്ട് ഒരു 25 മുതൽ 30,000 രൂപ വരെ എന്തുണ്ട്? നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ടുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, 1 way ടിക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ സ്റ്റുഡൻസിന് വരുന്ന അടുത്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമ്മുടെ ബഡ്ജറ്റ് ഓക്കെയാണ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഓക്കെയാണ്, ഈ പറയുന്ന ട്രാവൽ ഓപ്ഷൻസ് ഓക്കെയാണ്, ഇതൊക്കെ ഓക്കെ ആണെങ്കിലും സ്റ്റുഡൻസിനുള്ള അടുത്തൊരു ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക? അഡ്മിഷൻ എടുത്തതിന് ശേഷം എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്? നമ്മുടെ രജിസ്ട്രേഷൻ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അത് കൂടാണ്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ടെമ്പററി റെസിഡൻസ് കാർഡ്, അതായത് TRC എങ്ങനെയാണ് എടുക്കുന്നത്? വിസ എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യും? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റുഡൻസിന് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ. സോ കഴിഞ്ഞൊരു 13 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ, എസ്പെഷ്യലി ടിബിലിസിയിൽ ഞങ്ങൾക്ക് ഓഫീസ് ഉള്ള ഒരാളെന്ന രീതിയിൽ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ അഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ അഡ്മിഷൻ ടു നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ടാവും? നമ്മുടെ സൈഡിൽ നിന്ന് തന്നെ തരുന്നുണ്ടാവും. സോ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ ലെറ്ററിന് ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതാണ്. അഡ്മിഷൻ ലെറ്ററിന് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻവിറ്റേഷൻ വന്ന് വിസ അപ്പോയിന്റ്മെന്റ് എടുത്ത് എന്ത് ചെയ്തു? നമ്മൾ വിസ സബ്മിഷൻ ചെയ്ത് അതിനുശേഷം നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാനായിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഒരു സ്റ്റാഫ് ഉണ്ടാവും. അതിനുശേഷം വൺസ് നിങ്ങളിവിടെ റീച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് മുതൽ അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള രജിസ്ട്രേഷൻ, നിങ്ങളുടെ ഹോസ്റ്റൽ അലോട്ട്മെന്റ്, നിങ്ങളുടെ TRC രജിസ്ട്രേഷൻ, അത് കഴിഞ്ഞതിന് ശേഷം ഓരോ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഫുൾ ടൈം സ്റ്റാഫ് നമുക്ക് ടിബിലിസിയിൽ തന്നെ അവൈലബിൾ ആണ്.
സോ കറന്റ് നിങ്ങൾ +2 എക്സാമിനേഷനൊക്കെ കഴിഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്തു, നീറ്റിന്റെ എക്സാമിനേഷനൊക്കെ എഴുതി വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു യൂണിവേഴ്സിറ്റി വേണം, അത് ജോർജിയയിൽ തന്നെ ആകണം എന്നൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് തന്നെയാണ് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയ. സോ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.